നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ സർക്കാർ പദ്ധതിയാണ്. നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ? തകർന്ന വീട്ടിലോ ഒറ്റമുറി വീട്ടിലോ താമസിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ കൃത്യമായി നോക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നത് ഗ്രാമീണ ഇന്ത്യയിൽ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ഭവന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമവികസന മന്ത്രാലയം വഴിയാണ്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ PMAY-ജിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുമ്പോൾ, വീടില്ലാത്ത ഗ്രാമീണ കുടുംബങ്ങൾക്ക് വീട് നൽകുക, ശുചിത്വം, വൈദ്യുതി, കുടിവെള്ളം ഉൾപ്പെടുന്ന സൗകര്യങ്ങളും, സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും മുൻഗണനയുണ്ട്, പൂർണ്ണമായും സുതാര്യമായ പേയ്മെന്റ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ നടപ്പിലാക്കൽ അതോറിറ്റി ഗ്രാമവികസന മന്ത്രാലയമാണ്. പക്ക വീടില്ലാത്ത ഗ്രാമീണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 1.20 ലക്ഷവും 1.30 ലക്ഷവുമാണ് പേയ്മെന്റ് നടത്തുക. DBT വഴി നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴിയായിരിക്കും ലഭിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമപ്രദേശങ്ങളെ കവറേജ് ചെയ്യുന്നുണ്ട്. വീട് നിർമ്മിക്കുന്നതിനായുള്ള ഗ്രാന്റ് 1.20 ലക്ഷം ആദ്യവും, കുന്നിൻ മുകളിലോ ദുർഘടാവസ്ഥയിലോ വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർക്ക് 1.30 ലക്ഷം ആദ്യം തരും. ഈ തുക ഒറ്റത്തവണയല്ല, വീടിന്റെ നിർമ്മാണ പുരോഗതിക്ക് അനുസരിച്ച് ഘട്ടങ്ങളായി ലഭിക്കുന്നതായിരിക്കും. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT തുക നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇടനിലക്കാർ ഉണ്ടാകുന്നതല്ല. അഴിമതി സാധ്യതയും കുറവാണ്. ഇത് തന്നെയാണ് ഈ പദ്ധതിയുടെ വലിയ ശക്തിയും. PMAY-ജി അർഹത നിശ്ചയിക്കുന്നത് സർക്കാർ സർവേ ഡാറ്റ അടിസ്ഥാനമാക്കിയാണ്. മുൻഗണന ലഭിക്കുന്നവർ സ്വന്തമായി വീടില്ലാത്തവർക്കും, ഒറ്റമുറി അല്ലെങ്കിൽ തകർന്ന വീടുകളിൽ താമസിക്കുന്നവർക്കും, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും, SC/ST വിഭാഗക്കാർക്കും, വിധവകൾ, വയോധികർ, ഭിന്നശേഷിക്കാരും സ്ത്രീയുടെ പേരിൽ വീട് അനുവദിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. നഗരവാസികൾക്ക് ഇത് ബാധകമല്ല. അവർക്ക് PMAY അർബൻ എന്ന പദ്ധതി വേറെയുണ്ട്. ഇതിനായി ആവശ്യമുള്ള രേഖകൾ: ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം, റേഷൻ കാർഡ്, തൊഴിൽ അല്ലെങ്കിൽ വരുമാന വിവരങ്ങൾ, ഭൂമിയുടെ രേഖകൾ ഉണ്ടെങ്കിൽ അതും വേണ്ടതാണ്. ഇതിനായി എങ്ങനെയാണ് അപേക്ഷിക്കുക? PMAY-ജിക്ക് സ്വയം ഓൺലൈനായി അപേക്ഷിക്കാനാവില്ല. പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസ് വഴിയായിരിക്കും അപേക്ഷിക്കുക. പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ VO മുഖേനയും. SECC സർവേ ലിസ്റ്റ് അടിസ്ഥാനമാക്കി ഗ്രാമസഭയിലൂടെയാണ് പേര് ഉൾപ്പെടുത്തുന്നത്. അതിന് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. PMAY-ജി സ്റ്റാറ്റസ് എങ്ങനെ ഓൺലൈനിലായി പരിശോധിക്കാൻ കഴിയും? PMAY-ji.nic.in സന്ദർശിക്കുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. IAY അല്ലെങ്കിൽ PMAY-ji ബെനിഫിഷ്യറി തിരഞ്ഞെടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകുക. ഇതിലൂടെ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ, പേയ്മെന്റ് ഏത് ഘട്ടത്തിലാണ്, വീടിന്റെ നിർമ്മാണ നില എങ്ങനെയാണ്, എല്ലാം വീട്ടിലിരുന്ന് തന്നെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഈ പദ്ധതിയിലൂടെ നല്ലൊരു വീട്, ആരോഗ്യം, സുരക്ഷ, അന്തസ്സ് ലഭിക്കുന്നു. പോരാതെ ഗ്രാമീണ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു, പ്രാദേശിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു, സമഗ്ര ഗ്രാമവികസനത്തിന് സഹായിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഇന്നും വീടില്ല എങ്കിൽ PMAY ഗ്രാമീണിൽ അപേക്ഷിക്കാൻ മറക്കരുത്. ഇതൊരു വലിയ അവസരം തന്നെയാണ്. പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷണം നടത്തുക. സ്റ്റാറ്റസ് ഓൺലൈനായി കൃത്യമായി തന്നെ പരിശോധിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്